ഹലോ ഗൈസ്, ഇതിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ആർബിട്രേജ് ട്രേഡിംഗ് എടുക്കുന്ന ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു എക്സ്ചേഞ്ച് മാർക്കറ്റിലോട്ട് വന്നിട്ട് ഒരു വർഷത്തോളമായി. എക്സ്ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിൽ തോന്നലുണ്ടാവും, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ട്രേഡ് എടുക്കണ്ടേ. അതിനുള്ള ടൈമും ഇല്ലാത്തവരുണ്ടാകാം, അതുപോലെ തന്നെ ട്രേഡ് എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കമ്പനി തന്നെ ഒരു സിസ്റ്റമാറ്റിക്കലി ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോബോട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് തരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. എക്സ്ചേഞ്ചിൻ്റെ പേര് എക്സ്ചേഞ്ചിയോൺ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബൈ ആൻഡ് സെൽ ബിറ്റ്കോയിൻ ആൻഡ് എതേറിയം ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. വേൾഡ് ഈസ് നമ്പർ 1 സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചർ ആർബിട്രേജ് ട്രേഡിംഗ്. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കാണാം. സ്പോട്ട് ട്രേഡിംഗ്, ഫ്യൂച്ചർ ട്രേഡിംഗ്, P2P ട്രേഡിംഗ്, ആർബിട്രേജ് ട്രേഡിംഗ്, ഇത്രയും ട്രേഡിംഗ് ഓപ്ഷനുകളാണ് നമുക്ക് മുന്നിലുള്ളത്. താഴെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ആർബിട്രേജ് ട്രേഡിംഗ് ഇൻ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആർബിട്രേജ് ട്രേഡിംഗ് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മാർക്കറ്റിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഇപ്പോൾ ബൈനാൻസിൽ നിന്നാണ് നിങ്ങളൊരു ടോക്കൺ, അതായത് ഒരു ബിറ്റ്കോയിൻ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്ഗെറ്റിൽ പോയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ബൈനാൻസിനേക്കാൾ കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ ബൈനാൻസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് ഏത് എക്സ്ചേഞ്ചിലാണോ ഉള്ളത് അതേ ടോക്കൺസ് ആ ഒരു എക്സ്ചേഞ്ചിലോട്ട് മാറ്റിയിട്ട് സെല്ല് ചെയ്യുന്നതിനെയാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഈ ഒരു സിസ്റ്റം, ഈ ഒരു ബോട്ട് 35 എക്സ്ചേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. 1000+ മാർക്കറ്റ് പെയറുകളാണ് ഈ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2000+ ക്രിപ്റ്റോസുകളൊക്കെ ഒരേ സമയത്ത് വാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡിങ് എടുക്കുന്നത്. അതായത് ഫിൽട്ടർ ചെയ്ത പെയർ വിത്ത് ദ പ്രോഫിറ്റ് മാർജിൻ, ഇൻസ്റ്റന്റ് ഫണ്ടിങ്, ഇൻസ്റ്റന്റ് ഓർഡേഴ്സ്, എക്സ്ക്യൂഷൻസ്, അതുപോലെ തന്നെ ഈസി വിഡ്രോൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകത. അതായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ദ ആർബിട്രേജ് ആക്രോസ് 35 എക്സ്ചേഞ്ച്, അതായത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഇവർ ആക്സസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവിടെ കൊടുത്തിട്ട്. ബൈനാൻസിൻ്റെ KuCoin, അതുപോലെ ബിറ്റ്മാർട്ട്, ഗേറ്റ്.io, മെക്സക്ക്, ബൈബിറ്റ്, ബിറ്റ്കത്ത്, ബിങ്ങക്സ്, ഇതുപോലുള്ള കോയിൻ സ്റ്റോർ, ക്രാക്കൻ എക്സ്ചേഞ്ച്, crypto.com, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക അടിപൊളിയായിട്ടുള്ള നിരവധി എക്സ്ചേഞ്ചുകളിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു, OKX, അതുപോലെ തന്നെ ആഷ്കി, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എക്സ്ചേഞ്ചുകൾ തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പാനിക് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള പാക്കേജ് എന്ന് പറയുന്നത് ആകെ ഒറ്റ പാക്കേജ് മാത്രമേ ഉള്ളൂ. $101 അതിന് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. $100 പാക്കേജ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. $100 പാക്കേജ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ $1 അതിന്റെ ഫീസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം $101 ഡെപ്പോസിറ്റ് ചെയ്യണം. മാത്രമല്ല അത്യാവശ്യം ഹൈ റിട്ടേൺസ് തന്നെ ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട്. മിനിമം ആർബിട്രേജ് ട്രേഡിംഗ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1% to 2.5% ആണ് കൊടുക്കുന്നത്. അതായത് മിനിമം നിങ്ങൾക്ക് 1%, നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ 1% to 2.5% നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ റെഫറൽ ഇൻകം കണ്ടോ, റെഫറൽ ഇൻകം 5% മാത്രമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു കമ്പനിയുടെ വലിയ ബെനിഫിറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഇൻകം വരുന്നത് സ്പ്രെഡ് ഇൻകം ആണ്. 25% അക്രോസ് 10 tiers ആണ് പറയുന്നത്. 10 ലെവലിൽ നിന്ന് നിങ്ങൾക്ക് 25% ആണ് ഇതിൻ്റെ ഇൻകം വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം. എന്ത് ഡൗട്ടുകളും താഴെ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു $101 മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ, അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡൗട്ട് ഉണ്ടാകും. അതായത് ഈ ഒരു $101 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ $100 ഒരു പാക്കേജാണ് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള എത്ര പാക്കേജ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു $1000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10 പാക്കേജ് എടുക്കാൻ പറ്റും. ഓരോ പാക്കേജിനും $100 ആണ് അവിടെ വരുന്നത്. ഓരോ പാക്കേജിലും $180 ആണ് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു $100 പാക്കേജിന് $180 ആണ് പ്രോഫിറ്റ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് പ്രോഫിറ്റ് കുറവാകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു കോപ്പി ട്രേഡിനൊക്കെ ക്യാഷ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, കോപ്പി ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, കോപ്പി ട്രേഡ് ചെയ്യുന്നത് നമ്മളുടെ അക്കൗണ്ടിലാണെങ്കിൽ പോലും കോപ്പി ട്രേഡ് ചെയ്യുന്ന വ്യക്തി വേറെയാണ്. അവർ ട്രേഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനേക്കാൾ റിട്ടേൺസ് ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റോബോട്ട് നമുക്ക് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് എടുത്തു തരുന്നത്. നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്ലാൻ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.
സോ ഇനി റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു റെഫറൽ ബോണസ്, അതായത് ഒരു പാക്കേജ് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് റെഫറൽ ഇൻകമായിട്ട് 5% ആണ് ലഭിക്കുന്നത്. സോ ഇനി നിങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീം ഇൻകം നല്ല രീതിയിൽ ലഭിക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും റെഫറഡ് സബ്സ്ക്രിപ്ഷൻസ്, അതായത് മിനിമം സബ്സ്ക്രിപ്ഷന് KPC റിവാർഡ് പെർസെൻറ്റേജ് എന്നിങ്ങനെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലുള്ള ഈ ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരെ റെഫർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ എത്ര പേരാണോ ഉള്ളത്, അതായത് ആ വ്യക്തികൾക്കൊക്കെ ഡെയിലി കിട്ടുന്നതിൻ്റെ 2.5% വെച്ച് നിങ്ങൾക്ക് ഡെയിലി കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ള ഹെവി ഒരു ബെനിഫിറ്റ് എന്നുള്ളത്. സോ സെക്കൻഡ് ലെവലിൽ നിങ്ങൾക്ക് ഇൻകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരെ റെഫർ ചെയ്യണം, ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലും സെക്കൻഡ് ലെവലിലൊക്കെയുള്ള എത്ര പേർക്ക് എത്ര ഡെയിലി ഇൻകം കിട്ടുന്നുണ്ടോ അതിൻ്റെ 2.5% നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത. സോ അതുപോലെ തന്നെ നിങ്ങൾ തേർഡ് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 പേരെ റെഫർ ചെയ്യണം, ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. നിങ്ങളുടെ ടീമിൽ എത്ര ആളുകൾക്കാണ് ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്നത് അതിൻ്റെ 2.5% നിങ്ങൾക്കും ലഭിക്കും. സോ അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ കണ്ടോ, ഇനി ഫോർത്ത് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 പേരെ റെഫർ ചെയ്യണം. പക്ഷേ അവിടെ നിങ്ങളുടെ പാക്കേജ് സിസ്റ്റം മാറുന്നുണ്ട്. നിങ്ങൾ 2 പാക്കേജ് അവിടെ പർച്ചേസ് ചെയ്യണം. നിങ്ങളുടെ ടീമിൽ ലഭിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റിന് 2.5% നിങ്ങൾക്ക് ലഭിക്കും. സോ ഇങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി പ്രോഫിറ്റ് ആണ് ഇവിടെ കമ്പനി വാഗ്ദാനം ചെയ്ത്. അല്ലാതെ വെറുതെ ചുമ്മാ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന് പറഞ്ഞിട്ട് നിരത്തി കൊടുക്കുന്ന ഈ ഒരു കമ്പനി അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പനിയെ തന്നെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റെഫറൽ സിസ്റ്റമോ ഒന്നും ഈ ഒരു കമ്പനിയിൽ ഇല്ല എന്ന് തന്നെയാണ്. സോ അങ്ങനെയുള്ള കമ്പനികളെ നമുക്ക് സജസ്റ്റ് ചെയ്യാം, ഇഷ്ടപ്പെടാം. പക്ഷേ ആ കമ്പനി കൂടുതൽ കാലം മുന്നോട്ട് പോവില്ല എന്നുള്ളതൊക്കെ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കമ്പനി, അതായത് നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഫിറ്റ് കുറച്ചാണെങ്കിലും ശരി, നമുക്കും നമ്മുടെ ടീമിനും നല്ല രീതിയിൽ ഈ ഒരു പ്രോഫിറ്റ് മുന്നോട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളിലോട്ട് എത്തിക്കാനുമുള്ള ഒരു കാരണം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അസോസിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി സിസ്റ്റം ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല, ഈ ഒരു PDF നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ ഓരോ ലെവലിലും $10,000 ബിസിനസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി സിസ്റ്റം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പ്ലാനാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. സോ നമുക്ക് എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, പാക്കേജ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിൻ്റെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഇനി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ചെറിയ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, അതായത് സൈനപ്പ് ചെയ്യാനുള്ള പേജിലോട്ടാവും പോകുന്നത്. അവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം, അതുപോലെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ കൺഫേം പാസ്വേഡായിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ റെഫറൽ കോഡ് വന്നിട്ടുണ്ടാവും. റെഫറൽ കോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ റെഫറൽ കോഡ് നിങ്ങൾ അവിടെ കൊടുക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സൈനപ്പ് വെരിഫിക്കേഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിലിട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യുക, കൊടുത്തിട്ട് ഇവിടെ വെരിഫൈ കോഡ് കൊടുക്കുക. OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെൻഡ് OTP കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ സൈനപ്പ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴും ചിലപ്പം OTP ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. OTP കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാവും പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് KYC ചെയ്യണം. KYC ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ, ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതായത് അൺവെരിഫൈഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൂഫായിട്ട് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്, അതായത് ആധാറാണോ ഏതാണോ പ്രൂഫ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പിക്ക് അപ്ലോഡ് ചെയ്യുക, ബാക്ക് പിക്ക് അപ്ലോഡ് ചെയ്യുക, ഒരു സെൽഫിയും അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYC വേണ്ടോ വെരിഫിക്കേഷൻ സക്സസ് അപ്രൂവ്ഡ് എന്ന് കാണിക്കും. സോ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KYC അപ്രൂവ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് KYC എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് ഓപ്ഷൻ കാണാം, അതുപോലെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ എന്നുള്ള 2 ഓപ്ഷനും കാണാം.
ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക കോയിൻ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് USDT സെലക്ട് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്ക് BSC മെയിനെറ്റ് BP20 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്ത് ഒരു QR കോഡും ഒരു അഡ്രസ്സും കാണാം. ആ അഡ്രസ്സിലോട്ടോ അല്ലെങ്കിൽ QR കോഡിലോട്ടോ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേയ്മെൻറ്റ് സെൻഡ് ചെയ്യുക. അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഏത് എക്സ്ചേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വാലറ്റിൽ നിന്നാണോ എന്നുള്ളത് നോക്കിയിട്ട് $101 നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ചിൽ എത്തണം. ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിൽ നിന്നായാലും വാലറ്റിൽ നിന്നായാലും സെൻഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള മുകളിലുള്ള കുറേ ഡോട്ടുകൾ കാണാൻ പറ്റുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 2 പ്ലാനാണുള്ളത്. ഒന്ന് $121 ആണ്, $101 അതുപോലെ തന്നെ $20 വർത്തായിട്ടുള്ള BLOW ടോക്കണും കൂടിയിട്ടാണ് $121 ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. $200 ആണ് അതിലെ പ്രോഫിറ്റ് ഗ്യാപ്പ് വരുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന $101 മാത്രമാണ്. $101 താഴെ നിങ്ങൾക്ക് കാണാം. അതിൽ 1.8 ആണ്, അതായത് $180 ആണ് പ്രോഫിറ്റ് ഗ്യാപ്പ് വരുന്നത്. ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് എന്നുള്ള ഈ താഴ്ഭാഗത്തുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജ് വരും. എമൗണ്ട് ടു ഇൻവെസ്റ്റ് USDT എന്നുള്ള ഭാഗത്ത് എത്രേൻ്റെ പാക്കേജ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ 101 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒന്നും ചെയ്യേണ്ട. എത്ര പാക്കേജ് ആണ് എന്നുള്ളത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഒരു പാക്കേജാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആർ യു ഷുവർ, അതായത് കൺഫേം ആണ് എന്നുള്ളതാണ് പാക്കേജ്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പാക്കേജ് പർച്ചേസ് സക്സസ്ഫുള്ളി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോട്ടിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. നിങ്ങളൊരു $101 മിനിമം ഡെപ്പോസിറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. വിത്തിൻ 24 ഹവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഈവനിങ്ങിലും അതിൻ്റെ ട്രേഡ് എടുത്തതിൻ്റെ പ്രോഫിറ്റ് അവിടെ കാണിക്കും. ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏതെല്ലാം എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് ഏതെല്ലാം ടോക്കൺ വാങ്ങിയിട്ടാണ് ഏതെല്ലാം എക്സ്ചേഞ്ച് കൊണ്ടുപോയിട്ടാണ് സെല്ല് ചെയ്തതെന്നാൽ അതിൻ്റെ പ്രോഫിറ്റ് എത്ര എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് വെച്ചാൽ അതുപോലുള്ള പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.